പത്മജ വേണുഗോപാൽ പാർട്ടി വിട്ടത് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയിൽ വലിയ വിഷമമുള്ള കാര്യമാണ്. മുൻപൊരിക്കൽ ലീഡർ കെ കരുണാകരൻ പാർട്ടി വിടുന്നതിനെ പറ്റി ആലോചിച്ചപ്പോൾ അന്ന് പത്മജ പറഞ്ഞത്, എന്റെ അച്ഛനാണ് കോൺഗ്രസ് ഉണ്ടാക്കിയത്, ഞാൻ തന്തയ്ക്ക് പിറന്ന മകളാണെന്നാണ്. ഇന്ന് ഞാൻ ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു, ഇന്ന് പത്മജയെ കേരളീയ പൊതുസമൂഹം വിശേഷിപ്പിക്കേണ്ടത് തന്തയ്ക്ക് പിറന്ന മകളെന്നാണോ, തന്തയെ കൊന്ന സന്താനം എന്ന പേരിലാണോ പത്മജയെ വിശേഷിപ്പിക്കേണ്ടത് എന്ന ചോദ്യമാണ് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ലീഡർ കരുണാകരന്റെ അദ്ദേഹം കോൺഗ്രസ് പാർട്ടി ഉണ്ടാക്കിയ മനുഷ്യനാണ്. ഇന്ന് ഞാനും ഇവിടെ ഉള്ളവരൊക്കെ അനുഭവിക്കുന്ന സൗഭാഗ്യങ്ങൾ ഈ പാർട്ടിക്ക് ഉണ്ടാക്കിയ മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ചോരയും വിയർപ്പുമാണ് ഈ പാർട്ടി. പക്ഷെ അദ്ദേഹം പാർട്ടിയോട് കലഹിച്ച് പാർട്ടി വിട്ടു പോയിട്ടുണ്ട്. പാർട്ടി വിട്ടു പോകുമ്പോൾ പോലും അദ്ദേഹം ഉയർത്തിപ്പിടിച്ച മതേതര പാരമ്പര്യത്തിൽ ഒരു കോട്ടവും അദ്ദേഹം വരുത്തിയിട്ടില്ല. എല്ലാ മലയാള മാസവും 1-ാം തീയതി ഗുരുവായൂർ അമ്പലത്തിൽ ക്ഷേത്ര ദർശനത്തിന് പോകുന്ന കരുണാകരൻ കേരളത്തിലെ ബാക്കി എല്ലാ മതസ്ഥരുടെയും ഏറ്റവും വിശ്വസ്തനായ നേതാവായി. അത് ഇസ്ലാം മതവിശ്വാസികളുടേതാകട്ടെ, ക്രൈസ്തവ മതവിശ്വാസികളുടേതാകട്ടെ, മതമില്ലാത്തവരുടേതാകട്ടെ, അവരുടെ എല്ലാം ഏറ്റവും ക്രെഡിബിളായിട്ടുള്ള നേതാവായിരുന്നു കരുണാകരൻ. ആ കരുണാകരന്റെ മതേതര പാരമ്പര്യത്തെ ഒരു ചാണകക്കുഴിയിൽ കൊണ്ടുവന്ന് തള്ളാൻ കെ കരുണാകരൻ, കോൺഗ്രസ് വിട്ടേക്കു, കെ കരുണാകരൻ എന്ത് പാതകമാണ് പത്മജ വേണുഗോപാലിനോട് ചെയ്തത് എന്ന് അവർ തന്നെയാണ് പറയേണ്ടത്. അതുകൊണ്ട് പത്മജയോട് അവർക്ക് ഇഷ്ടമുള്ള പാർട്ടി പോയിക്കോട്ടെ, നമുക്ക് പരാതിയില്ല. പത്മജ പോകുമ്പോൾ ഇന്ന് കെ മുരളീധരന്റേതായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്, ഇനി അവരുമായിട്ട് ബന്ധമില്ലെന്ന്. പത്മജ പോകുമ്പോൾ ഉറപ്പിച്ച് ഞാൻ പറയുന്നു, ബിജെപിക്ക് കിട്ടാൻ പോകുന്നത് അധികത്തിൽ ഒരു വോട്ടുമില്ല എന്ന് പറയുന്നില്ല, ഒരു വോട്ട് കൂടിയാണ്. അത് പത്മജയുടെ വോട്ടാണ്. അവർ ചെയ്യുമെങ്കിൽ, അതല്ലാതെ ഒരു വോട്ടും പത്മജയുടെ പേരിൽ ബിജെപിക്ക് കിട്ടാൻ പോകുന്നില്ല. പക്ഷേ പത്മജയോടുള്ള അഭ്യർത്ഥന, നിങ്ങൾ ബിജെപിയുടെ നേതാവെന്നോ നരേന്ദ്രമോദിയുടെ വിശ്വസ്തയെന്നൊക്കെ പറഞ്ഞു നടന്നോളൂ, പക്ഷേ ദയവ് ചെയ്ത് ഇനി കരുണാകരന്റെ മോള് എന്ന് പറയരുത്. ഇനി കരുണാകരന്റെ ലെഗസി പത്മജ എവിടെയെങ്കിലും ഉപയോഗിച്ചാൽ യൂത്ത് കോൺഗ്രസുകാർ തെരുവിലിറങ്ങി പത്മജയെ തടയുന്ന സാഹചര്യം ഉണ്ടാകും. അതല്ലാതെ അവർ പോകുന്നതിനകത്ത് ഞങ്ങൾക്കൊരു പ്രയാസമില്ല. അതുകൊണ്ട് ഇന്നു മുതൽ കെ കരുണാകരനും പത്മജയും തമ്മിൽ ബയോളജിക്കൽ ഫാദർ എന്ന ബന്ധം ഉണ്ടാകും. അത് നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. ഞാൻ സാധാരണ ആരെയും തന്തയ്ക്ക് പിറക്കാത്തവർക്ക് വിശേഷിപ്പിക്കില്ല. കാരണം അത് ബയോളജിക്കലിയും കറക്റ്റില്ല, പൊളിറ്റിക്കലിയും കറക്റ്റല്ല. കാരണം അച്ഛനും അമ്മയ്ക്ക് തുല്യ പ്രാധാന്യങ്ങളുണ്ട്. ഈ ഒരാധുനിക സമൂഹത്തിൽ തന്തയ്ക്ക് പിറക്കുക എന്ന് പറയുന്നത് മാത്രമല്ല, അമ്മയ്ക്ക് പിറക്കുന്നത് വലിയ കാര്യം തന്നെയാണ്. അപ്പോ ബയോളജിക്കൽ അത് കറക്റ്റല്ല. പക്ഷേ മതേതര പാരമ്പര്യവും രാഷ്ട്രീയ പാരമ്പര്യവും എടുക്കുമ്പോൾ പത്മജ വേണുഗോപാൽ ഇനി കെ കരുണാകരൻ എന്ന തന്തയ്ക്ക് പിറന്നതല്ല എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും. അത് ബയോളജിക്കലി അല്ല, പൊളിറ്റിക്കലിയും അതുപോലെ തന്നെ സെക്യുലർ സ്റ്റാറ്റിസ്റ്റിക്സിലും തന്തയ്ക്ക് പിറക്കാത്ത മകളായി പത്മജ വേണുഗോപാൽ ചരിത്രത്തിൽ ഇടം പിടിക്കും. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒറ്റുകാലിയായി, ചരിത്രത്തിലെ പിതൃഘാതക എന്ന പേരിലായിരിക്കും ഇനി പത്മജ അറിയപ്പെടാൻ പോകുക. വേണ്ടത്ര പരിഗണന പാർട്ടിയിൽ കിട്ടില്ല എന്നാണ് പത്മജയും പത്മജയുടെ ഭർത്താവും പറയുന്നത്. അതാണ് പാർട്ടി വിടാനുള്ള കാരണമെന്ന് പറയുന്നത്. ശരിയാണ്, പത്മജയെ ഇന്ത്യയുടെ രാഷ്ട്രപതിയാക്കാൻ പറ്റിയില്ല. പത്മജയെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കാമായിരുന്നു മുകുന്ദപുരത്ത് ജയിച്ചിരുന്നെങ്കിൽ. ഞാൻ പാർട്ടി വിട്ടുപോയ ഒരാളെ, ഇന്നലെ വരെ പാർട്ടിയോടൊപ്പം നിന്ന ഒരാളെ അധിക്ഷേപിക്കാൻ മുതിരുന്നില്ല. പരിഗണന കിട്ടിയില്ലെന്ന് പറയുമ്പോൾ 989 മുതൽ അടുപ്പിച്ച് 2004 വരെ കോൺഗ്രസ് ജയിച്ചിരുന്ന മണ്ഡലം ഒരു കുറ്റിച്ചൂലിനെ നിർത്തിയാൽ പോലും കോൺഗ്രസ് ചിഹ്നത്തിൽ ജയിക്കുന്ന കാലഘട്ടത്തിൽ പത്മജ ജയിച്ചില്ല എന്ന് പറയുമ്പോൾ ജനം ഒരു കുറ്റിച്ചൂലിന് താഴെയാണ് അവർക്ക് വില കൊടുത്തത്. പാർട്ടി വിട്ടതുകൊണ്ട് പറയുകയല്ല, പാർട്ടിയിലുള്ളപ്പോഴും ഇത് തന്നെയാണ് നമ്മുടെയൊക്കെ അഭിപ്രായം. മുകുന്ദപുരത്ത് കെ കരുണാകരൻ ജയിച്ച മണ്ഡലം ഇവർ പരാജയപ്പെടുത്തി. ഇനി കേരളത്തിന്റെ മുഖ്യമന്ത്രി പത്മജ ആക്കിയില്ല, ആക്കാമായിരുന്നു നിയമസഭയിൽ ജയിച്ചിരുന്നത്. 991 മുതൽ 2011 വരെ ശ്രീ പേരമ്പൽ രാമകൃഷ്ണൻ MLA ആയിരുന്ന മണ്ഡലമാണ് കൊടുത്തത്. 2016 തോറ്റു, 21 തോറ്റു. ഇനി എന്ത് പരിഗണന കൊടുക്കേണ്ടത്? അവർ കേരളത്തിൽ KPCC നിർവാഹക സമിതി അംഗമായി, KPCCയുടെ ജനറൽ സെക്രട്ടറിയായി. ഏറ്റവും ഒടുവിൽ 2 ആഴ്ച മുൻപല്ലേ, 2 ആഴ്ച മുൻപ് ഈ കേരളത്തിൽ എന്നെപ്പോലുള്ള കോൺഗ്രസ് പ്രവർത്തകർ ഏറ്റവും വലിയ സ്വപ്നമായ തെരുവിൽ തല്ലുകൊണ്ട് സംഘടനാ പ്രവർത്തനം നടത്തിയ അലോഷി KSU പ്രസിഡന്റാണ്. KSUവിലൂടെ കടന്നു വന്ന ആളുകൾ, ഞങ്ങളെപ്പോലുള്ള ആളുകൾ
തെരുവിൽ തല്ലുകൊണ്ട ആളുകളുടെ ഏറ്റവും വലിയ സ്വപ്ന പദവിയാണ് കേരളത്തിലെ രാഷ്ട്രീയകാര്യ സമിതി. ആ രാഷ്ട്രീയകാര്യ സമിതിയിൽ 2 ആഴ്ച മുമ്പ് വന്ന ലിസ്റ്റിൽ അവരെ ഉൾപ്പെടുത്തിയില്ലേ? ഇനി പോട്ടെ, അങ്ങയുടെ ചോദ്യം പരിഗണിച്ച് പരിഗണന കിട്ടാത്തതിന്റെ പേരിലാണ് പത്മജ പാർട്ടി വിട്ടതെന്ന് നമുക്ക് വാദത്തിന് വേണ്ടി സമ്മതിക്കാം. അങ്ങനെയാണെങ്കിൽ അവരെന്തുകൊണ്ട് CPM-ൽ പോയില്ല? നിങ്ങൾ ചോദിക്കണം. കേരളത്തിലെ കോൺഗ്രസ് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം CPM അല്ലേ? അവർ CPM-ൽ പോയില്ലല്ലോ. അവർ BJP-യിലല്ലേ പോയത്? അവർ ആ BJP-യിൽ പോയ കാരണം എന്താ? ആ കാരണത്തിന്റെ പേരിൽ തന്നെയാണ് അവർ പാർട്ടി വിട്ടത്. BJP-യിലേക്ക് ആളുകളെ കൊണ്ടുവന്ന് എങ്ങനെയാ നിങ്ങൾക്കറിയാമല്ലോ. അതല്ലെങ്കിൽ ഇത് രാജസ്ഥാനും മധ്യപ്രദേശും ഒന്നും അല്ലല്ലോ കോൺഗ്രസ് വിട്ട് BJP-യിലേക്ക് പോകാൻ. കോൺഗ്രസ് വിട്ട് അവർ CPM-ൽ പോയിരുന്നെങ്കിൽ അവർ പറഞ്ഞത് ശരിയാണെന്ന് നമുക്ക് പേരിന് വേണ്ടിയെങ്കിലും സമ്മതിക്കാമായിരുന്നു. പരിഗണന കിട്ടിയില്ല, അവരുടെ ഏതെങ്കിലും പരാതി. ഇതൊന്നുമല്ല സർ. ഇതെന്താണോ BJP-യിൽ മറ്റു സ്ഥലത്തുള്ള ആളുകൾ ചേരുന്നത്, അതേ കാരണത്തിൽ തന്നെയാണ് പത്മജ ചേർന്നത് എന്ന് BJP-യിലേക്ക് ചേർന്നത് വഴി തെളിയിച്ചിട്ടുണ്ട്. MP ഗോവിന്ദന്റെ കൺസേൺ ശരിയാണ്. കോൺഗ്രസ് എപ്പോഴാണ് പൂർണ്ണമായി BJP-യിലേക്ക് പോവുക എന്ന് ചോദിക്കാം. കാരണം എന്താ? അദ്ദേഹത്തിന് ബംഗാളിലും ത്രിപുരയിലും അനുഭവമുണ്ട്. കാരണം അവിടെ നേതാക്കന്മാരല്ല, പാർട്ടി തന്നെ പാർട്ടി ഓഫീസോടെ രജിസ്ട്രേഷൻ പോലും മാറ്റിയില്ല. പാർട്ടി ഓഫീസിലേക്ക് BJP-യിലേക്ക് പോയപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് അങ്ങനെ ആശങ്ക ഉണ്ടാകാം. ഒരു കാര്യം ഗോവിന്ദനോട് പറയാം. ഗോവിന്ദന്റെ പാർട്ടി ജ്യോതി ബസും നമ്പൂതിരിപ്പാടും ചേർന്ന് LK അദ്വാനിയോടൊപ്പം അത്താഴം കഴിക്കാൻ പോയപ്പോൾ, സഖ്യം ചേരാൻ പോയപ്പോഴും പോകാതിരുന്ന ഈ രാജ്യത്തെ ഏക രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസാണ്. ഗാന്ധിയുടെ ഘാതകരെന്ന് പറഞ്ഞ പ്രസ്ഥാനം, സംഘപരിവാർ പ്രസ്ഥാനത്തിന് പൊളിറ്റിക്കൽ ലെജിറ്റിമസി ചോദിച്ച് കൊടുത്ത തെരഞ്ഞെടുപ്പ് സഖ്യമുണ്ടാക്കിയ ഗോവിന്ദനെ കൊണ്ട് സംസാരിക്കണ്ട. അതുകൊണ്ട് അവർ BJP-യിലേക്ക് ആരെങ്കിലും പോകുമ്പോൾ കേരളത്തിൽ പടക്കം സുരേന്ദ്രനാകുന്നതിന് മുമ്പ് വാങ്ങുന്ന ഗോവിന്ദനാണ്. BJP-യിലേക്ക് ആരെങ്കിലും പോകുമ്പോൾ സുരേന്ദ്രന് ആശങ്കയുണ്ട്. ഞാൻ മനസ്സിലാക്കി ഇന്നലെ 6 മണി വരെ സുരേന്ദ്രനുമായിട്ട് അടുപ്പമുള്ള ഒരു മാധ്യമപ്രവർത്തകനോട് പറഞ്ഞത് 6 മണി വരെ സുരേന്ദ്രൻ അറിഞ്ഞിട്ടില്ലെന്നാണ്. സുരേന്ദ്രൻ ഒരാളോട് പറഞ്ഞതായിട്ട് ഞാൻ അറിഞ്ഞത് ഇതേതോ ഫേക്ക് വാർത്തയാണ്. സുരേന്ദ്രന്റെ ഗതികേട് പോട്ടെ. ഞാൻ പറഞ്ഞത് സുരേന്ദ്രന്റെ പാർട്ടിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. BJP-യുടെ അവസ്ഥ കേരളത്തിൽ അതാണ്. BJP-യുടെ അവസ്ഥ. BJP-ക്ക് ഏറ്റവും സാധ്യതയുണ്ടെന്ന് അവരിപ്പോൾ കൊട്ടിഘോഷിച്ചിരുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? തിരുവനന്തപുരം, പത്തനംതിട്ട, തൃശൂര്, കാസർഗോഡ്. ഈ 4 സീറ്റിലും ഒരു BJP-ക്കാരനെ സ്ഥാനാർത്ഥിയാക്കാൻ പോലും പറ്റിയിട്ടില്ല അവർക്ക്, അല്ലേ? ശരിയല്ലേ? ഈ 4 സീറ്റുകൾ നിങ്ങൾ എടുത്ത് നോക്ക്. പ്രത്യേകിച്ച് 3 സീറ്റുകൾ, തിരുവനന്തപുരം, പത്തനംതിട്ട, തൃശൂര്. ഈ 3 സീറ്റിൽ BJP-ക്കാരല്ല മത്സരിക്കുന്നത്. 3 സീറ്റിലും വരുത്തന്മാരാണ് മത്സരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ആളുകൾ വരുമ്പോൾ സുരേന്ദ്രന് മുമ്പ് പടക്കം വാങ്ങിക്കാൻ പോകുന്നത് ഗോവിന്ദൻ. അതുകൊണ്ട് അധികം കണക്കാക്കില്ല. കാരണം സുരേന്ദ്രൻ ആശങ്കയുണ്ട്. എപ്പോഴാണ് സുരേന്ദ്രന് പകരം ഇങ്ങനെ വരുന്ന ആരെങ്കിലും നാളെ പിണറായി വിജയൻ പോയി കഴിഞ്ഞാൽ അയാളെ പിടിച്ച് BJP പ്രസിഡന്റാക്കിയ സുരേന്ദ്രന്റെ സ്ഥാനം പോയി. സുരേന്ദ്രന് ആശങ്കയുണ്ട്. പക്ഷേ ഈ ഗോവിന്ദന്റെ കാര്യത്തിലും ഞാൻ മറുപടി പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാനായിട്ടുള്ളത്, അനിശ്ചിതകാല നിരാഹാര സമരം 4ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഇതിനകത്ത് സർക്കാർ ഇപ്പോഴും കൊലക്കുറ്റം ചുമത്തുവാനോ മുഖ്യമന്ത്രി നിരന്തരമായി മുഖാമുഖം നടത്തുന്ന നല്ലൊരു ആങ്കർക്ക് കിട്ടി. മുഖാമുഖം പരിപാടി അവതരിപ്പിച്ച അവതാരകന് കിട്ടി. ഈ അവതാരകരായിട്ടുള്ള മാധ്യമപ്രവർത്തകർ നിങ്ങളോട് എനിക്ക് അഭ്യർത്ഥിക്കാനായിട്ടുള്ളത്, ഇനി ഇങ്ങനെ കയർക്കുമ്പോൾ നിങ്ങൾ ദയവീത് താൻ ആരുടെ ഉള്ളിൽ താൻ പോടൂ എന്ന് പറയാനുള്ള ആർജവും മാധ്യമപ്രവർത്തകരും അവതാരകരും കാണിക്കണം. നിങ്ങൾക്കൊപ്പം മലയാളം നടുവിൽ വെച്ചു. അതുപോട്ടെ, ഞാൻ അതിലേക്കല്ല കിടക്കുന്നത്. ഇപ്പോഴും മുഖാമുഖം കാണുന്ന മുഖ്യമന്ത്രി ആ കുടുംബത്തെ ഒന്ന് കാണാൻ തയ്യാറായിട്ടില്ല. ഒരു കാര്യം ഉത്തരവാദിത്വത്തോടെ പറയട്ടെ, ഈ കേസിനകത്ത് ആ കുടുംബം ആരോപിക്കുന്ന പ്രധാനപ്പെട്ട കുറ്റവാളി കിങ് പിൻ അക്ഷയ് എന്ന് പറയുന്ന പൂക്കോട്ട് കോളേജിലെ വിദ്യാർത്ഥി ഇന്നലെ രാത്രിയിൽ പോലും കുഞ്ചിത്തണ്ണിയിൽ MM മണിയുടെ സംരക്ഷണയിൽ, പഴയ SFIയുടെ ഒരു ജില്ലാ പ്രസിഡന്റ്, ഒരു ക്രിമിനൽ, അയാളുടെ സംരക്ഷണയിൽ MM മണിയുടെ ഒത്താശയോടുകൂടി ഇന്നലെ രാത്രിയിലും കുഞ്ചിത്തണ്ണിയിൽ ഉണ്ടായിരുന്നു. ഇന്നലെ മാധ്യമപ്രവർത്തകർക്ക് 1-2 പേർക്ക് വിവരം നമ്മൾ തന്നെ കൊടുത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് റിസോർട്ടിൽ നിന്ന് മാറ്റാത്തത്. കുഞ്ചിത്തണ്ണിൽ റിസോർട്ട് കണക്കെയുള്ള ഒരു വീട്ടിൽ ഇപ്പോഴും MM മണിയുടെ സംരക്ഷണയിലാണ് ആ അക്ഷയം. നിരാഹാര സമരം അവസാനിപ്പിക്കാൻ ആലോചനയുണ്ടോ? നിരാഹാര സമരത്തിൽ ഞങ്ങൾ ഉദ്ദേശിച്ചൊരു കോഴ്സ് ഉണ്ട്. ആ കോഴ്സിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഫൈറ്റ് ചെയ്യുന്നത്. ആ കോഴ്സിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഫൈറ്റ് കണ്ടിന്യൂ ചെയ്യുക തന്നെ ചെയ്യും.